ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു സംരംഭത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കും തുടങ്ങാവുന്ന ഒരു ചെറിയൊരു സംരംഭമാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ ചെറിയൊരു സംരംഭമാണ്, പക്ഷേ അത് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലും ചെയ്യാൻ സാധിക്കും. വിപുലമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ സംരംഭത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു കുടിൽ വ്യവസായമാണ്. എന്താണെന്നല്ലേ പറയാം. പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ വീടുകളിൽ അച്ചാറുകളൊക്കെ ഇട്ട് വയ്ക്കുമായിരുന്നു. അത് വർഷങ്ങളോളം കേടുകൂടാതിരിക്കുമായിരുന്നു. അവർ ധാരാളം പ്രിസർവേറ്റീവ്സ് ഒന്നും അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതേ തനിമയോടുകൂടി പ്രിസർവേറ്റീവ്സ് അധികം ചേർക്കാതെ നല്ല നാടൻ അച്ചാറുകൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അധിക വരുമാനമായിരിക്കും അല്ലേ? ഇന്ന് നമ്മൾ ആ ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പണ്ട് കാലത്ത് വീടുകളിലെല്ലായിടത്തും സ്വയമേ നിർമ്മിച്ചിരുന്നവയായിരുന്നു അച്ചാറുകൾ. ഇന്ന് കാലം മാറി. ഇന്ന് മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന അച്ചാറുകൾ നിങ്ങൾക്കറിയാം, ധാരാളം പ്രിസർവേറ്റീവ്സ് ഉണ്ട്, കെമിക്കലുകൾ ഉപയോഗിക്കാറുണ്ട്. എന്തിനേറെ പറയുന്നു, അവയുടെ ഗുണനിലവാരം പോലും നമുക്ക് ഉറപ്പില്ല. എങ്കിലും ധാരാളം ആളുകൾ ഇന്നും അവ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഷോപ്പുകളിൽ നിന്നും ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും എല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം ഇന്നുള്ള യുവതലമുറകൾക്ക് ഇത് എങ്ങനെ നിർമ്മിക്കണം, ട്രഡീഷണലായ രീതിയിൽ ഇത് എങ്ങനെ തയ്യാറാക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു അറിവില്ല. ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് ഒരു പുതിയൊരു സംരംഭമാണ്. നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവു സമയങ്ങളിൽ സീസണലായിട്ട് ലഭിക്കുന്ന അച്ചാറിടാൻ പാകത്തിലുള്ള മാങ്ങകളായിക്കോട്ടെ, ക്യാരറ്റുകളായിക്കോട്ടെ, ബീട്രൂട്ട്, നെല്ലിക്ക, നാരങ്ങ, കല്ലുമ്മക്കായ്, മീനുകൾ, ചെമ്മീൻ, ഇങ്ങനെ മറന്നുപോയി, മത്സ്യം, മാംസം, ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അച്ചാറിടാനായിട്ട്. ഇവയെക്കുറിച്ചൊക്കെ ഒന്ന് കൃത്യമായ ഒരു പാചകകല നിങ്ങളിലുണ്ടെങ്കിൽ, നല്ലൊരു അറിവ്, പാചകകലയെക്കുറിച്ച് നല്ലൊരു അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അച്ചാറുകൾ തയ്യാറാക്കി വിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഒരു ചെറിയ മുതൽ മുടക്കിൽ ഒരു 1000 രൂപയിൽ താഴെ വരുന്ന ചെറിയൊരു മുതൽ മുടക്കിൽ നമുക്ക് ആരംഭിക്കാവുന്നതാണ് ഈ ബിസിനസ്. ഇത് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി, വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങളുണ്ടാക്കിയിട്ടുള്ള അച്ചാർ ഷെയർ ചെയ്യുക. അച്ചാർ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ ബോട്ടിൽ ഷെയർ ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. അച്ചാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഇതിൻ്റെ വില, പ്രൈസ്, എന്ത് ഐറ്റമാണ് എന്നിവയൊക്കെ കാണിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം. ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് വിൽപ്പന നടത്താം. ഇതുമെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടെ വിപുലമാക്കണമെങ്കിൽ നമുക്ക് ഷോപ്പുകളിൽ, ഹോട്ടലുകളിലൊക്കെ ബൾക്കായിട്ട് നമുക്ക് നല്ല അച്ചാറുകൾ നമുക്ക് വിപണനം നടത്താൻ സാധിക്കും. നാടൻ അച്ചാറുകൾ വാങ്ങിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ചെറിയ മുതൽ മുടക്കേ ആവുന്നുള്ളൂ. അതുപോലെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി. ഒഴിവു സമയം നമ്മൾ കുറച്ചൊന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനവും കൂടെ നമുക്ക് സൈഡിൽ കിട്ടും. ഇപ്പം നിങ്ങൾ ജോലിയുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ കൂടെ ഒരു അഡീഷണലായിട്ടൊരു സോഴ്സ് ഓഫ് ഇൻകം കൂടെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ വെറുതെ തള്ളിക്കളയാൻ നിൽക്കണ്ട. നമുക്ക് എത്ര വെറൈറ്റി അച്ചാറുകൾ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. വെളുത്തുള്ളി അച്ചാർ, നാരങ്ങ അച്ചാർ, കണ്ണിമാങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, മീൻ അച്ചാർ തന്നെ എത്ര വെറൈറ്റി, പലതരത്തിലുള്ള മീനുകൾ കിട്ടും. അവ വെച്ചിട്ടെല്ലാം അച്ചാറുകൾ തയ്യാറാക്കാം. ബീഫ് അച്ചാർ തയ്യാറാക്കാം, ചെമ്മീൻ അച്ചാർ, കല്ലുമ്മക്കായ അച്ചാർ, പിന്നെ ഇലുമ്പിക്ക അച്ചാർ, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഉള്ള അച്ചാറുകൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് മിക്സഡ് അച്ചാറുകൾ, ഡേറ്റ്സിൻ്റെ വെച്ചിട്ട് ചെയ്യാം, സ്വീറ്റ് പിക്കിൾസ്, അങ്ങനെയൊക്കെ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെങ്കിലും
നല്ല ഒരു പാചക വിദഗ്ധയാണെങ്കിലും, പാചക വിദഗ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലൊക്കെ പാചകം ചെയ്യുന്ന പോലെയല്ല, നമ്മുടെ വീടുകളിൽ നന്നായിട്ട് പാചകം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് വിജയിക്കാൻ സാധിക്കും. വെറുതെ പറയുന്നതല്ല, നിങ്ങളിലൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുക. ആ ആത്മവിശ്വാസം മുറുകെ പിടിച്ച് നിങ്ങൾ ഈ അച്ചാർ വിൽപ്പനയ്ക്കൊന്ന് ഇറങ്ങി നോക്കി. ഓർഡർ അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ വീട്ടാവശ്യത്തിനായിട്ടൊരു കുറച്ച് അച്ചാർ നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ 2 ബോട്ടിൽ അഡീഷണലാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ചെറുതായിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ് എന്ന് വെച്ചാൽ പത്രത്തിൽ പരസ്യം കൊടുക്കണമെന്നല്ല പറയുന്നത്, നിങ്ങളുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന സുഹൃത്തുക്കളുടെ ഇടയ്ക്കിലോ പറയുക, അല്ലെ വാട്സപ്പ് വഴി ഒന്ന് അറിയിക്കുക, ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇതിലൊന്നും ഇടുക. നാടൻ അച്ചാർ വിൽപ്പനയ്ക്ക് പ്രൈസ് അത് കൊടുക്കുക, അല്ലെ കോൺടാക്ട് നമ്പർ കൊടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം അവർ വാങ്ങിക്കും. എന്നിട്ട് അവരുടെ അഭിപ്രായം നമുക്ക് കിട്ടും. അപ്പോൾ പിന്നീട് ആവശ്യക്കാരുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ അച്ചാറുകൾ വിപണനം നടത്തിയാൽ മതി. അച്ചാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കേടായി പോവില്ല. അപ്പോൾ കൂടുതൽ നഷ്ടസാധ്യതകളില്ലാത്ത ഒരു ബിസിനസ്സാണ് അച്ചാർ ബിസിനസ് എന്ന് പറയുന്നത്. എല്ലാ ആളുകൾക്കും ആവശ്യമുള്ളവയൊക്കെയാണ് അച്ചാറുകൾ. ഇപ്പം നമ്മുടെ നാട്ടും പ്രദേശത്ത് മാത്രമല്ല, ഈ പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം ഒരുപാട് അച്ചാറുകൾ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ പുറം രാജ്യത്തു നിന്ന് തന്നെ അവർ ഓർഡറുകൾ തരാറുണ്ട്, അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്, നന്നായിട്ട് ചെയ്യാൻ കഴിയും, അല്ലെ പാചകം ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് അച്ചാർ ബിസിനസ് നല്ലതാണ്. ചെറിയ മുതൽ മുടക്കിൽ നല്ല ലാഭം കിട്ടും. നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ ഒരു അധിക വരുമാനവും കിട്ടുന്ന നല്ലൊരു ബിസിനസ്സാണ്. ചെയ്യാൻ കഴിയുന്നവർ ഒന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു സംരംഭത്തിനെക്കുറിച്ച് സംസാരിക്കാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.